എം എൻ കാരശ്ശേരിയിലേക്ക് പോവുകയാണ്. ഡോക്ടർ എം എൻ കാരശ്ശേരി, ഇന്നിപ്പോൾ തോമസ് ഐസക്കിന്റെ വാക്കുകളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? മുതിർന്ന CPM നേതാക്കൾ തന്നെ പിഴവുകൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നാണോ താങ്കൾക്ക് തോന്നുന്നത്? സ്മൃതി, തീർച്ചയായിട്ടും തോമസ് ഐസക്കിൻ്റെ വാക്കുകൾ വളരെ വിവേകപൂർണമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് കാരണം എന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ ഇടതുപക്ഷത്തെ പ്രത്യേകിച്ച് CPMനെ രക്ഷിക്കാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും ഗവൺമെൻറ്റിനകത്തും ഉള്ള വീഴ്ചകൾ, പോരായ്മകൾ, തെറ്റുകുറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് അത് ഏറ്റുപറഞ്ഞ് അത് തിരുത്തുക എന്നുള്ളതാണ്. അങ്ങനെ അത് തിരുത്താൻ നേതൃത്വം തയ്യാറാവണം എന്ന് തൻ്റെ ഒപ്പവും തൻ്റെ മേലെയും തൻ്റെ താഴെയുമുള്ള പ്രവർത്തകന്മാർക്ക് അദ്ദേഹം ഒരു വലിയ സന്ദേശം കൊടുത്തായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഭാഷ വളരെ ദുഷിച്ചു പോയതിനെ പറ്റിയുള്ള ഒരു വർത്തമാനം കേട്ട് എനിക്ക് വലിയ ആശ്വാസം തോന്നുന്നുണ്ട്. കാരണം ജനാധിപത്യ മര്യാദയില്ലാതെ, രാഷ്ട്രീയം പറയാതെ, വ്യക്തികളെ അധിക്ഷേപിക്കുകയും ശകാരിക്കുകയും ജാതിയും മതവും പറയുകയും ചെയ്യുകയാണ്, വെറുപ്പ് പടർത്തുകയാണ് നമ്മൾ പല സമയത്തും ചെയ്യുന്നത്. മിക്ക പാർട്ടിക്കാരും അതിലുണ്ട്, അതിലിപ്പോൾ ഒരു പാർട്ടിക്കാർ മാത്രമല്ല. അപ്പോൾ അതൊക്കെ ഇടതുപക്ഷത്തുള്ള പ്രത്യേകിച്ച് CPMൻ്റെ ഒരു മുതിർന്ന നേതാവ് തിരിച്ചറിഞ്ഞിട്ട് ജനങ്ങളോടും പാർട്ടിക്കാരോടും അതിൻ്റെ ആലോചനാ സമിതിയിലൊക്കെ പറയുക എന്ന് പറയുന്നത് നമ്മൾ ജനാധിപത്യ വിശ്വാസികൾ വളരെ തുറന്ന മനസ്സോടെ സ്വാഗതം ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ തോമസ് ഐസക് പലപ്പോഴും ഈ തരത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ പക്വമായ സമീപനം എടുത്തിട്ടുള്ള നേതാവാണ്, ഒരു സ്വയം പരിശോധന നടത്തുകയും ചെയ്യുന്ന നേതാവാണ്. പക്ഷേ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് വിധിക്ക് ശേഷം വിവരദോഷി പരാമർശം വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നാണ്. പരാജയത്തെക്കുറിച്ചൊരു തുറന്ന പ്രതികരണം നടത്തിയിട്ടില്ല. മാത്രമല്ല, മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ള ആവശ്യങ്ങളോട് അദ്ദേഹം ഏത് രൂപത്തിൽ പ്രതികരിച്ചു, രാജിവെക്കുക എന്നുള്ളതല്ല, അതിനോട് എങ്ങനെ പ്രതികരിച്ചു എന്നതും പ്രധാനമാണല്ലോ. അപ്പോൾ ഇത് തോമസ് ഐസക്കിൻ്റെ ഇതൊരു ഒറ്റപ്പെട്ട ശബ്ദമായി കാണേണ്ടതുണ്ടോ? ഒറ്റപ്പെട്ട ശബ്ദമായിട്ട് അത് ഒടുങ്ങിപ്പോകുമെന്ന് ഞാൻ തീരെ വിചാരിക്കുന്നില്ല. അപ്പോൾ ഈ തരത്തിലല്ലെങ്കിലും ഇതിനോട് അടുത്തു വരുന്ന ഒരു പ്രതികരണമാണ് MV ഗോവിന്ദൻ മാഷതായിട്ട് ഞാൻ കണ്ടത്. അപ്പോൾ G സുധാകരൻ്റെ വർത്തമാനം, അങ്ങനെ പലരും, പിന്നെ ചില ജില്ലാ നേതാക്കന്മാർ CPIയിലും CPMലൊക്കെ ഉള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. അങ്ങനെയാണ് ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്മൃതി പറഞ്ഞൊരു കാര്യം സത്യമാണ്. കാരണം വളരെ സതുദ്ദേശത്തോടു കൂടി ഇടതുപക്ഷക്കാരനായ യാക്കോബായ ബിഷപ്പ് മാർ കൂറിലോസ് പറഞ്ഞതിനോട് വളരെ നിഷേധാത്മകമായിട്ടാണ് നിർഭാഗ്യവശാൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പെരുമാറിയത്. ആരുടെ നേരെ ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു വാക്കാണ് അദ്ദേഹം ബഹുമാന്യനായ ബിഷപ്പിനെതിരായിട്ട് ഉപയോഗിച്ചത്. ബിഷപ്പ് ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആളും സതുദ്ദേശപൂർവ്വം, അതായത് ഇടതുപക്ഷം പ്രത്യേകിച്ച് CPM നശിച്ചു പോകരുത്, അതിന് ജീർണത വരരുത്, അതിന് അപജയം വരരുത് എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഇപ്പോൾ അവരുടെ തന്നെ ആളുകളായിട്ട് കഴിഞ്ഞ 5-8 കൊല്ലം പ്രവർത്തിച്ച നവമാധ്യമങ്ങളിലെ പല കൂട്ടായ്മകളും ഇപ്പോൾ പോരാളി ഷാജിമാരുള്ളവരൊക്കെ വിമർശനം ഉന്നയിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് തീർച്ചയായിട്ടും പാർട്ടിക്കകത്ത് ചലനങ്ങൾ ഉണ്ടാക്കും. എവിടെയാണ് വീഴ്ച പറ്റിയത്, എവിടെയാണ് തെറ്റുപറ്റിയത്, അത് തിരുത്താൻ തയ്യാറാവുക. അപ്പോൾ പിണറായി വിജയൻ തയ്യാറാവാൻ ഇടയില്ല എന്നാണ് സ്മൃതി പറയുന്നത്. അത് നമ്മുടെ ഇന്നത്തെ ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് അത് ശരിയായിരിക്കും. പക്ഷെ അങ്ങനെ മാത്രമല്ല, പാർട്ടിയുടെ നാനാഭാഗത്തു നിന്നും പ്രത്യേകിച്ച് മുന്നണിയിലുള്ള CPIയിലൊക്കെ ഭയങ്കരമായ അസംതൃപ്തി ഉണ്ടെന്നാണ് വാർത്തകൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം മറ്റു പാർട്ടിക്കാരും മുന്നണിയാണല്ലോ. അപ്പം രാജിവെക്കാന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അതിപ്പോൾ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് രാജിവെക്കണമെന്ന് പെട്ടെന്ന് അങ്ങനെ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനേതായാലും അങ്ങനെ പറയുന്നില്ല. പക്ഷേ ഈ തെറ്റ് തിരുത്താതിരുന്നാലുള്ള ഒരു പ്രശ്നം, ഇവിടെ ജനാധിപത്യത്തിന് വലിയ ഭീഷണിയായ ഒരു സാധനമാണ് BJP എന്ന് പറയുന്നത്. അപ്പോൾ CPM തെറ്റ് തിരുത്താതിരുന്നാൽ, CPMന് അബദ്ധം പറ്റിയാൽ സാമാന്യമായി നമുക്ക് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഗുണം കിട്ടിയ BJPക്കാണ്. അതിപ്പോൾ ഒരു ഉദാഹരണമാണ് തൃശ്ശൂർ. അവിടെ ഇപ്പോൾ CPMൽ നിന്നും ചോർന്ന വോട്ട് BJPക്കാണ് പോയത് എന്നുള്ള എല്ലാവരും അംഗീകരിച്ച ഒരു കാര്യമാണ്. ഇപ്പോൾ കണ്ണൂരിലൊക്കെ തന്നെ, കണ്ണൂർ ജില്ലയിൽ പല ഭാഗത്തും CPMൻ്റെ വോട്ട് ചോർന്നത് എങ്ങോട്ടാണ്? BJPയിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇടതുപക്ഷത്തെ
നമ്മൾ വിമർശിക്കുമ്പോഴും അത് നശിച്ചു പോകണമെന്നുള്ള അർത്ഥത്തിലല്ല. നമുക്കിവിടെ UDF വേണം, LDF വേണം, ഒന്നുകിൽ ഭരണപക്ഷമായിട്ട് അല്ലെങ്കിൽ പ്രതിപക്ഷമായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ സ്ഥലം കണ്ടെത്തി വരുന്ന കൂട്ടരാരാണ്? BJP-ക്കാരാണ്. അത് നമ്മളെല്ലാവരും വളരെ കരുതേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവിടുത്തെ നിഷ്പക്ഷ വോട്ടർമാർ പലരും എന്തുകൊണ്ടൊരു മൂന്നാമത്തെ മുന്നണിയെ പരീക്ഷിച്ചുകൂടാ എന്നുള്ള നിലയ്ക്ക് അവർക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവാം. പിന്നെ അസംതൃപ്തരായ CPM-ൻ്റെ അണികൾ, അസംതൃപ്തരായ LDF-ലെ മറ്റു കക്ഷികളുടെ അണികൾ ഒക്കെ BJP-ക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവുന്നതിന് ഞാൻ വിചാരിക്കുന്നത് ഈ ആളുകളൊക്കെ BJP-ക്കാരാണ് എന്നല്ല എൻ്റെ തോന്നല്. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.